സ്റ്റാമ്പ് വാങ്ങിക്കാൻ പോലും കാശ് ട്രഷറിയിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള ഗവൺമെൻറ്റുകൾ എടുത്ത കടം 1.5 ലക്ഷം കോടിയാണ്. പിണറായി വിജയൻ്റെ 10 വർഷം കൊണ്ടത് 6 ലക്ഷം കോടിയായി വർദ്ധിച്ചു. ചെലവ് ചുരുക്കുക, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക, കൂടുതൽ ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തുക. അത് ജനങ്ങളുടെ തലയിൽ കൂടുതൽ ഭാരം കയറ്റി വെച്ചിട്ടല്ല. ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും വലിയ അരക്ഷിതത്വ ബോധം ഉണ്ടായ കാലമാണ്. ഭക്ഷണമില്ല, മരുന്നില്ല, പണമില്ല, ജോലി നഷ്ടപ്പെടുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ ഭയവിഹുലരായി നിന്ന ഒരു ഘട്ടത്തിലാണ് ഘട്ടമായത്. അവിടെ ഗവൺമെൻറ്റാണ് രക്ഷകൻ. ഇന്ന് വരെ മുഖ്യമന്ത്രി ഞാൻ ഈ പറഞ്ഞതിനെ ഖണ്ഡിച്ചിട്ടില്ല. 69 സീറ്റുകളിൽ CPM-ൻ്റെ വോട്ട്, CPM-ന് BJP-യുടെ വോട്ട്. നമസ്കാരം, JM ടോക്സിലേക്ക് സ്വാഗതം. 5 പതിറ്റാണ്ടോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന കോൺഗ്രസിലെ ദേശീയ തലത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന നേതാക്കളിൽ ഒരാളായ ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ജോൺ മുണ്ടക്കയം കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാധ്യമ പ്രവർത്തകനാണ്. പല വർഷങ്ങളായി എനിക്കറിയാവുന്നതാണ്. അദ്ദേഹം JM ടോക്സ് എന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും പ്രതിഭാധനനായ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ശ്രദ്ധയോടുകൂടി തന്നെ നിൽക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്. വാസ്തവത്തിൽ മലയാള മനോരമയുടെ ഒരു കാലഘട്ടം മുഴുവൻ ജോൺ മുണ്ടക്കയത്തിൻ്റെ കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തിനോട് സംസാരിക്കാൻ അവസരം തന്നതിന് JM ടോക്സിനോട് പ്രത്യേകം നന്ദി. താങ്ക് യു. ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യം, താങ്കൾ ആദ്യം മന്ത്രിയായിട്ട് 40 വർഷം തികയായി. ഈ വർഷം 1986 അവസാനമാണ് കരുണാകരൻ മന്ത്രിസഭയിൽ മന്ത്രിയാകുന്നത്, ഏറ്റവും ജൂനിയറായ ഒരു മന്ത്രിയായിട്ട്. അന്ന് മനോരമയുടെ പ്രതിനിധിയായിട്ട് ഞാൻ എറണാകുളത്ത് നിന്ന് വന്ന് താങ്കളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താങ്കളുടെ കഴിഞ്ഞ 40 വർഷത്തെ കരിയർ മുഴുവൻ ഏകദേശം 37-38 വർഷത്തോളം ഞാൻ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. ഈ കരിയറിൻ്റെ വളർച്ചയെ മുഴുവൻ ഞാൻ കണ്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. താങ്കൾ മന്ത്രിയായ ശേഷം MP ആയി, പിന്നീട് KPCC പ്രസിഡൻ്റായി, ആഭ്യന്തരമന്ത്രിയായി, അതിനു മുമ്പ് അഖിലേന്ത്യാ തലത്തിലെ KSUവിൻ്റെ ദേശീയ പ്രസിഡൻ്റായിരുന്നു, യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ എല്ലാ തലത്തിലും ഒരുപക്ഷെ കോൺഗ്രസ്സിലെ ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ സ്ഥാനങ്ങളിലിരുന്നൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള താങ്കൾക്ക് വാസ്തവത്തിൽ ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനം മാത്രമാണ്. ബാക്കി എല്ലാ പദവികളും എത്തിയൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, പുതിയൊരു സർക്കാർ ഭരണത്തിൽ വരാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും UDF അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. UDF അധികാരത്തിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവ സമ്പത്ത് വെച്ചിട്ട് UDF നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് LDF സർക്കാർ ഭരിച്ചത് വഴി ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും നാട്ടിൽ, അതിനെ നിങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത്? ജോൺ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 10 വർഷത്തെ ഈ ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള കെടുതികളാണ്. ഒന്ന്, സ്റ്റാമ്പ് വാങ്ങിക്കാൻ പോലും കാശ് ട്രഷറിയിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഒരു ഗവൺമെൻറ്റും ചെയ്യാത്ത നിലയിലുള്ള ലാവിഷായിട്ടും, എന്ന് വെച്ചാൽ വലിയ തോതിലുള്ള ധൂർത്തും അഴിമതിയുമാണ് ഈ ഗവൺമെൻറ്റിനാണ്. അത് ഞാൻ രാഷ്ട്രീയ വിരോധം കൊണ്ട് പറയുന്നതല്ല. രാഷ്ട്രീയമായ വിരോധം ഉണ്ടല്ലോ തീർച്ചയായും. പക്ഷേ അതിനപ്പുറം ഒരു സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാൻ പാടില്ലാത്ത നിലയിലുള്ള വൻതോതിലുള്ള പണച്ചെലവാണ് ഇവർ നടത്തുന്നത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ഗവൺമെൻറ് ട്രഷറി പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുമ്പോഴും ചെലവിന് യാതൊരു നിയന്ത്രണവും ഇല്ലായിരുന്നു. അവസാനമൊക്കെ പരസ്യങ്ങൾ കൊണ്ട് ആറാട്ടായിരുന്നു. ഖജനാവിലെ പണമെടുത്ത് അതിന് കൊടുക്കേണ്ട ചുമതല ഇനി അടുത്ത വരുന്ന ഗവൺമെൻറ്റിനാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ ബാധ്യതകളും ഏറ്റെടുക്കേണ്ടത് പുതിയ ഗവൺമെൻറ്റിനാണ്. ഒന്നാമതേവർ അനിയന്ത്രിതമായ കടമേറ്റു. EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള ഗവൺമെൻറ്റുകൾ എടുത്ത കടം 1.5 ലക്ഷം കോടിയാണ്. പിണറായി വിജയൻ്റെ 10 വർഷം കൊണ്ടത് 6 ലക്ഷം കോടിയായി വർദ്ധിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കണം, കടം തിരിച്ചടയ്ക്കണം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് പുതിയ ഗവൺമെൻറ് കാൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിങ്ങൾ കാണുന്ന റിസോഴ്സ് എന്താണ്? എവിടെ നിന്നാണ് ഈ പണം കണ്ടെത്തുക? ഇപ്പോൾ തന്നെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾക്ക് അഡീഷണലായിട്ട് പണം കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. പഴയ കടങ്ങൾ ഈ പറഞ്ഞ പോലെ 6 ലക്ഷം കോടി രൂപയുടെ കടം ബാക്കി നിൽക്കുന്നു. എന്താണ് നിങ്ങൾ കാണുന്ന റിസോഴ്സ്? അല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഈ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. അതോടൊപ്പം തന്നെ ഭരണരംഗത്തുണ്ടായിരിക്കുന്ന അലസത, ഭരണരംഗത്തെ കെടുകാര്യസ്ഥത. അപ്പോൾ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ അധികാരത്തിലേക്ക് എത്തുന്ന ഒരു ഗവൺമെൻറ് നേരിടേണ്ടി വരുന്ന സാമ്പത്തിക തകർച്ച,
ഭരണരംഗത്തെ തകർച്ച, അതോടൊപ്പം തന്നെ എല്ലാ രംഗത്തുമുള്ള രാഷ്ട്രീയവൽക്കരണം, ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പം ജനങ്ങളുടെ അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്യാരൻറ്റീസ്, ഇന്ദിരാ ഗ്യാരൻറ്റികൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച, ജനങ്ങൾ സ്വീകരിച്ച, മനസ്സിലേറ്റിയ ആ പദ്ധതി പോലും നടപ്പാക്കണമെങ്കിൽ വലിയ പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് എടുക്കുന്ന സമീപനം ചെലവ് ചുരുക്കുക, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക, കൂടുതൽ ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തുക. അത് ജനങ്ങളുടെ തലയിൽ കൂടുതൽ ഭാരം കയറ്റി വെച്ചിട്ടല്ല, ഒഴിവാക്കാൻ കഴിയുന്ന അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും വരുമാനം ഉണ്ടാക്കേണ്ട മേഖലകളിൽ അത് ഉണ്ടാക്കുകയും ചെയ്യണം. വാസ്തവത്തിൽ ശരിയായ ധനകാര്യ മാനേജ്മെൻറ്റിന് ഇല്ലായിരുന്നു ഇവിടെ. കാരണം ഉദാഹരണം, നികുതി പിരിവ് ശക്തിപ്പെടുത്തുക. അപ്പം നികുതി പിരിവില്ലാതെ എങ്ങനെ ഗവൺമെൻറ് പോകാൻ പറ്റും? അല്ല, പുതിയ നികുതികൾ ഇനി ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അല്ല, കേരളം തന്നെ നികുതിയുടെ കാര്യത്തിൽ ഒരു സാച്ചുറേഷൻ പോയിന്റിലാണ്. കൂടുതൽ നികുതി ഒന്നും എടുക്കാൻ ഇവിടെ. ഒന്നാമത് ഇപ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാനങ്ങളുടെ നികുതി എന്ന് പറയുന്നത് എന്താണ്? ആകെയുള്ളത് നമ്മുടെ പെട്രോളും ഡീസലും പിന്നെ മദ്യവും. അതൊക്കെ കിഫ്ബിയിലേക്ക് പോയി. അല്ല, മറ്റെല്ലാം GST ആണ്. അതെ, കേന്ദ്ര ഗവൺമെൻറ് കയ്യില്ല, നമ്മുടെ ഇല്ല. നമ്മുടെ ആകെ മദ്യവും പെട്രോളും ഡീസലും മാത്രവും, വേറെ ഒന്നും നമ്മുടെ ഇല്ല. പക്ഷേ ആ GST വരുന്ന സമയത്ത് കേരളത്തിന് വലിയ പ്രയോജനമുണ്ട് GST കൊണ്ട്. കാരണം കേരളമാണ് ഒരു റിസീവിങ് എൻഡാണ്. കാരണം എവിടെ നിന്ന് സാധനം വാങ്ങിച്ചാലും, കാരണം കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ആ നികുതി കൂടുതൽ കിട്ടേണ്ടതാണ്. പക്ഷേ ഇവരൊരു ഹോംവർക്ക് നടത്താത്തത് കൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ GSTയുടെ പ്രയോജനം വേണ്ട രീതിയിൽ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അത് കിട്ടാൻ അന്ന് GST കോമ്പൻസേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് അത് അറിഞ്ഞില്ല. ഇപ്പം GST കോമ്പൻസേഷൻ നിർത്തി. അതെ, അതോടൊപ്പം തന്നെ കേരള നമ്മൾ ഡെഫിസിറ്റ് ഫൈനാൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു കോമ്പൻസേഷൻ കിട്ടുമായിരുന്നു, അത് കിട്ടുന്നില്ല. അപ്പം കേന്ദ്രത്തിനുള്ള വരവ് കുറയും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? GSTയിലുള്ള ലൂപ്പ് ഹോൾസുകൾ ഇല്ലാതാക്കി കൂടുതൽ വരുമാന വർധനവിന് വേണ്ടി ശ്രമിക്കണം. നമ്മൾ പിരിക്കാത്ത നികുതികൾ പിരിച്ചെടുക്കണം. അങ്ങനെ വരുമാനം വർദ്ധിപ്പിച്ച് കേരളത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കേണ്ട വലിയ ഉത്തരവാദിത്വം. അത് വലിയൊരു ബാധ്യതയാണ്. ഇന്ദിരാ ഗാന്ധി പദ്ധതി ആളുകൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വലിയ വാഗ്ദാനമാണത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകത ഗ്രൂപ്പില്ലാത്തൊരു കോൺഗ്രസ് രാഷ്ട്രീയമാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ആദ്യം മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നില്ല. ഇതിനു മുമ്പൊക്കെ ഇലക്ഷൻ നടന്നപ്പോഴൊക്കെ നമുക്കറിയാം ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് ആളുകളുടെ മനസ്സിൽ വരത്തക്ക രീതിയിലായിരുന്നു. ഇത്തവണ അതൊന്നും ഉണ്ടായി. ഇത് ഒരു നല്ല കാര്യമായിട്ട് ആളുകൾ കാണുന്നുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം, ഇപ്പം തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ, പ്രചാരണ വേളയിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമൊക്കെ പല തർക്കങ്ങളും വാദങ്ങളും ഉണ്ടാകുന്നുണ്ട്. സ്മൂത്തായിട്ടുള്ള ഒരു മന്ത്രിസഭാ രൂപവൽക്കരണം UDF ആണ് അധികാരത്തിൽ വരുന്നെങ്കിൽ ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? 25 ദിവസം ബാക്കി കിടക്കുക. അതെ. അപ്പോൾ കേരളത്തിൽ നമുക്കറിയാമല്ലോ, ജോണിനറിയാമല്ലോ, മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ വളരെ അലർട്ടാണ്. മറ്റ് സംസ്ഥാനത്തെ പോലെയല്ല. പണ്ട് അതിനെ പ്രിൻ്റായിരുന്നു. ഇപ്പം 24 hours ന്യൂസ് വേണ്ട ചാനലുകളാണ്. അവർക്ക് വാർത്തകൾ വേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളാരും സീനിയർ നേതാക്കന്മാരോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ ഒന്നും പറയുന്നില്ല. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഈ വാർത്തകളും കാര്യങ്ങളും ഒക്കെ വന്ന് സ്വാഭാവികമായും അത് ചർച്ചാ വിഷയമാകുന്നതാണ്. ഞാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ്. കാരണം എല്ലാവരും ഇപ്പോൾ പത്രപ്രവർത്തകരാണ്. ആർക്ക് വേണമെങ്കിലും അവരുടെ അഭിപ്രായം ഇതാണ് സോഷ്യൽ മീഡിയയിലും. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെ വളരെയേറെ അവർ സഹായിച്ചു. കാരണം വിദേശത്തിരുന്നുകൊണ്ടും നാട്ടിലിരുന്നുകൊണ്ടും കോൺഗ്രസിൻ്റെ ഐഡിയോളജി, UDFൻ്റെ പ്രാധാന്യം, ഇതെല്ലാം ഇടതുപക്ഷത്തിൻ്റെ പരാജയം, ഇതെല്ലാം നന്നായി ജനങ്ങളിലെത്തിക്കാൻ സോഷ്യൽ മീഡിയ സഹായിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ പ്രത്യേകിച്ചും കോൺഗ്രസിനും UDFനും വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരസ്പരമുള്ള ചെളിവാരി അറിയാൻ നമ്മൾ ഉപേക്ഷിക്കണം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുമ്പോൾ അതിൽ ഞാൻ ഒരു ഘട്ടത്തിലും പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതാണ്. കാരണം പരസ്പരം നമ്മളെല്ലാം സഹപ്രവർത്തകരാണ് കോൺഗ്രസിനകത്തും. അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യമായി പോർവിളികളും ചെളിവാരി അറിയലും ചെയ്യുന്നതും ഗുണമല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ നേരിട്ട ഒരാളാണ് ഞാൻ.
അത് പ്രതിപക്ഷത്തിൻ്റെ ഞങ്ങൾ ഗവൺമെൻറ്റിലുള്ളപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തും ഇല്ലാത്തപ്പം ഭരണകക്ഷിയുടെ ഭാഗത്തും പിന്നെ നമ്മുടെ പാർട്ടിക്കകത്തും അതുണ്ടായിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അതൊക്കെ ഉണ്ട്. അപ്പം അത് നമ്മൾ കഴിയാവുന്നത്ര ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇപ്പം ഒരാൾ ഇപ്പം ഞാൻ എന്നെ ഇപ്പം സെൽഫ് പ്രൊമോഷനാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയാൻ നമുക്കൊരു ചമ്മലുണ്ട്. ഇപ്പം അതല്ല. ഇപ്പം ചമ്മലുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളാരും അംഗീകരിക്കത്തില്ല. അതെ. ഇപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ആനപ്പുറത്ത് കയറി, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, ഞാൻ അവനെ അടിച്ചോടിച്ചു, ഇതൊക്കെ പറയുന്ന വീരസ്യം പറയുന്നതാണ് ഏറ്റവും ആവശ്യം. പണ്ടൊക്കെ നമ്മളൊക്കെ കോളേജിലോ സ്കൂളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഇന്നത് ചെയ്തു എന്ന് പറയാൻ നമുക്കൊരു മടിയാണ്. ഇപ്പം അങ്ങനെയല്ല. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ അങ്ങനെ പോയി, ഞാൻ അത് ചെയ്തു, ഇതെല്ലാം പറയാൻ സെൽഫ് പ്രൊമോഷൻ്റെ കാലമാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകതയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത് കപ്പിനും ചുണ്ടിനും ഇടയില്ല. വാസ്തവത്തിൽ അന്നത്തെ ഒരു രാഷ്ട്രീയ താങ്കൾ ആ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ വളരെ നന്നായി പ്രവർത്തിച്ചു എന്നെല്ലാവർക്കും അറിയാം. സർക്കാരിൻ്റെ പ്രതിച്ഛായ വളരെ മോശമായി പോയിരുന്ന സമയമായിരുന്നു. പക്ഷേ കോവിഡ് വന്നു. കോവിഡ് മാനേജ്മെൻറ്റിന് ശേഷം വന്നിട്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ഭരണത്തുടർച്ചയുണ്ടായി. അവിടെ എന്താണ് തെറ്റുപറ്റിയത്? സത്യത്തിൽ സർക്കാരിൻ്റെ പിന്നെ അക്കാലത്തെ അഴിമതികളും വീഴ്ചകളും എല്ലാം തുറന്ന് കാട്ടിയിട്ടും അതിനുശേഷം നടന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് തിരിച്ചറിയാതെ പോയതുകൊണ്ട് എല്ലാ കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തവണ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യമാണ്. ഗവൺമെൻറ് വളരെ അൺപോപ്പുലറായിരുന്നു. ഗവൺമെൻറ്റിനെതിരെ ഞാൻ 10ഓളം അഴിമതികൾ കൊണ്ടിരിക്കുകയും ഗവൺമെൻറ് അതെല്ലാം വിഡ്രോ ചെയ്യുകയും ചെയ്തു. യു ടേൺ അടിച്ചു. ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ ഒരു പ്രതിപക്ഷം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ പാതയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചത്. എല്ലാ അഴിമതികളും പുറത്തു കൊണ്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് കോവിഡിൻ്റെ കാലം കൂടിയായി. അപ്പോൾ കോവിഡ് എന്ന് പറയുന്നത് ഒരു മഹാമാരിയാണ്. ലോകത്തെ ജനങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ മരിച്ച് ഒരു സംഭവമായി. എല്ലാ രാജ്യങ്ങളും, ഏറ്റവും പരിഷ്കൃത രാജ്യങ്ങൾ, വളർച്ച പ്രാപിച്ച രാജ്യങ്ങൾ പോലും അതിൽ നിന്ന് മോചിതമായില്ല. അപ്പോൾ കേരളത്തിൽ പണ്ട് പ്ലേഗ് വന്ന് കേട്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ആ ഒരു സാഹചര്യമായിരുന്നു. എല്ലാവരും പരിഭ്രാന്തിയിലാണ്. എല്ലാവരും അടച്ചിട്ട് വീട്ടിലിരിക്കുകയാണ്, പുറത്തോട്ടിറങ്ങത്തില്ല, മാസ്ക് ഇല്ലാതെ പറഞ്ഞു. അപ്പോൾ 5 പേര് കൂടുതൽ വെളിയിറങ്ങാൻ പറ്റത്തില്ല. പിന്നെ എന്ത് ക്യാമ്പയിൻ? ആളുകളോട് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. ആളുകൾ വെളിയിറങ്ങിയിട്ട് വേണ്ടേ സംസാരിക്കാൻ മൈക്കിനകത്ത് കൂടെ സംസാരിക്കാൻ കഴിയുന്നില്ല. നമുക്ക് അന്ന് ഞാനൊരു ജാഥ നടത്തി കാസർഗോഡും തിരുവനന്തപുരം വരെ. എന്നോട് എല്ലാവരും അഡ്വൈസ് ചെയ്തു, ചെയ്യരുത്, കോവിഡാണ്, മരിക്കാൻ വരെ സാധ്യതയുണ്ട്, ചെയ്യരുതെന്ന്. നമ്മൾ മരിക്കട്ടെ, അതായത് നമ്മുടെ ഉത്തരവാദിത്തമായി ചെയ്തു. അപ്പോൾ വന്നൊരു പ്രശ്നം, ആ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും വലിയ അരക്ഷിതത്വ ബോധം ഉണ്ടായ കാലമാണ്. ഭക്ഷണമില്ല, മരുന്നില്ല, പണമില്ല, ജോലി നഷ്ടപ്പെടുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ ഭയവിഹുലരായി നിന്ന ഒരു ഘട്ടമായിരുന്നു. അവിടെ ഗവൺമെൻറ്റാണ് രക്ഷകൻ. ഗവൺമെൻറ് എല്ലാ ദിവസവും 6 മണിക്ക് മുഖ്യമന്ത്രി പറയുന്നതാണ് വേദവാക്യം. ഇന്ന് ഈ റോഡിലൂടെ ആളുകൾ സഞ്ചരിക്കാൻ പാടില്ല, ഇവിടെ ഇന്ന് ബ്ലാക്ക് ഔട്ടാണ്, ഇവിടെയുള്ള ആളുകൾക്ക് ഇന്ന് ഭക്ഷണം കൊടുക്കും, എറുമ്പിന് ഭക്ഷണം കൊടുക്കുന്നു. ഇങ്ങനെ ആ രക്ഷകന്റെ പ്രതിച്ഛായയാണ് വാസ്തവത്തിൽ ആ രക്ഷകന്റെ പ്രതിച്ഛായ അദ്ദേഹത്തിന് ഗവൺമെന്റിന് കിട്ടി. അദ്ദേഹത്തിന് മാത്രമല്ല, അധികാരത്തിൽ ആരെല്ലാം വരുന്നു അവർക്കെല്ലാം കിട്ടി. മമതാ ബാനർജിക്ക് കിട്ടി. അത് എടപ്പാടി രാമസ്വാമി ആയിരുന്നു തമിഴ്നാട്ടിൽ. മോസ്റ്റ് അൺപോപ്പുലർ ഗവൺമെൻറ് ആയിരുന്നു. പക്ഷെ അവർക്ക് ഒരു 65-70 സീറ്റ് കിട്ടി. ബോറിസ് ജോൺസൺ, അദ്ദേഹം UK പ്രധാനമന്ത്രിയായിരുന്നു, മോസ്റ്റ് ഇന്നെഫക്റ്റീവായിട്ടുള്ള പ്രധാനമന്ത്രിയായിരുന്നു. അവർ പോലും അവിടുത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ജയിച്ചു. കാരണം കോവിഡ് മാനേജ്മെൻറ്റിൽ ഒരു ഗവൺമെൻറ് നന്നായി പ്രവർത്തിച്ചു. അതവരുടെ ബാധ്യതയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. ആളുകൾക്ക് ഫ്രീ പെൻഷൻ കൊടുക്കുക, കിറ്റ് കൊടുക്കുക. അപ്പം ജനങ്ങൾക്ക് ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് സർക്കാർ രക്ഷകനായി വരുന്നതോടുകൂടി അനിവാര്യമായ ഒരു അപ്പോൾ അവർക്ക് ഒരു പ്ലസ് പോയിന്റ് കിട്ടി. എന്നിട്ട് 40% വോട്ട് നമുക്ക് കിട്ടി, 44% അവർക്ക് കിട്ടിയത്. പിന്നെ ഒന്നുണ്ടായത്, രാഷ്ട്രീയമായി ചോദിച്ചാൽ BJPയുടെ കഴിഞ്ഞ തവണ വോട്ട് നല്ലൊരു ശതമാനം വോട്ട് CPM പോയി. 69 സീറ്റുകളിൽ ഇന്ന് വരെ മുഖ്യമന്ത്രി ഞാൻ ഈ പറഞ്ഞതിനെ ഖണ്ഡിച്ചിട്ടില്ല. 69 സീറ്റുകളിൽ CPMൻ്റെ വോട്ട്
CPM-ന് BJP-യുടെ വോട്ട് പോയി. കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ ലക്ഷ്യം. നരേന്ദ്രമോദി ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം, പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് ഭരണ തുടർച്ച. അപ്പോൾ ആ ഫേവറബിൾ ക്ലൈമറ്റൂടെ വന്നപ്പോൾ BJP-യുടെ നല്ലൊരു ശതമാനം വോട്ട് CPM-ന് പോയി. അതിനു മുമ്പുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് 14% വോട്ട്. ആ UDF പിന്നെ വന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ 14 10 കുറഞ്ഞു BJP-യുടെ വോട്ട്. 40% ഞങ്ങൾക്കും 44% LDF-നും. ഈ 4% അവരെ സഹായിച്ചത്, BJP-യുടെ ഈ 4%. അപ്പോൾ ജോൺ ചോദിച്ചത് ശരിയാണ്. ഇപ്പോൾ ഇല്ലേ? ഇപ്പം ഇല്ല. ഇപ്പോൾ ഉണ്ട്, പരസ്പരം ധാരണയുണ്ട്, പക്ഷേ അത് നടപ്പായില്ല. കാരണം അതിനേക്കാൾ വലിയ തോതിലുള്ള ആൻറ്റി ഇൻകംബൻസി അതിനെ കവർ ചെയ്യാം. 10 വർഷം ആയപ്പോഴത്തെ 5 വർഷം തന്നെ ആയപ്പോൾ തന്നെ ജനം ഇത് മാറണമെന്നാണല്ലോ ഉണ്ടായിരുന്നു. കോവിഡ് വന്നതിൻ്റെ പശ്ചാത്തലം പിന്നെ BJP-യുടെ